ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് വമ്പൻ വിജയം. സിഡ്നി ഏകദിനത്തിൽ ഇന്ത്യ 9 വിക്കറ്റിന് ഓസീസിനെ പരാജയപ്പെടുത്തി. രോഹിത് ശർമ്മ സെഞ്ചുറിയും വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറിയും നേടി. രോഹിത് ശർമ്മയാണ് കളിയിലെയും പരമ്പരയിലെയും താരം. ഓസീസിന്റെ 230 റൺസ് വിജയലക്ഷ്യം താളം തെറ്റാതെ പിന്തുടർന്ന ഇന്ത്യ ഈ സീസണിലെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓസീസിനെ ചെറിയ സ്കോറിൽ ഒതുക്കാൻ കഴിഞ്ഞതാണ് ഇന്ത്യയുടെ വിജയത്തിന് അടിസ്ഥാനമായത്. മറുപടി ബാറ്റിംഗിൽ രോഹിത് ശർമ്മയും ഗില്ലും മികച്ച തുടക്കമാണ് നൽകിയത്. കൂറ്റൻ അടികളുമായി രോഹിത് സെഞ്ചുറി നേടി. 125 പന്തിൽ 13 ഫോറുകളും 3 സിക്സറുകളും ഉൾപ്പെടെ 121 റൺസിലാണ് രോഹിത് പുറത്താകാതെ നിന്നത്. ഇതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും രോഹിത് ശർമ്മ 50ാം സെഞ്ചുറി പൂർത്തിയാക്കി. ഏകദിനത്തിൽ മാത്രം 33 സെഞ്ചുറി നേടിയ രോഹിത് ടെസ്റ്റിൽ 12 സെഞ്ചുറിയും T20യിൽ 5 സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. സ്കോർ 69 റൺസിൽ എത്തി നിൽക്കെ ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടമായി. പിന്നീടെത്തിയ വിരാട് കോഹ്ലി രോഹിത്തിന് മികച്ച പിന്തുണ നൽകി. കോഹ്ലി 74 റൺസ് നേടി പുറത്താകാതെ നിന്നു. 38.3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ ലക്ഷ്യം മറികടന്നത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 46.4 ഓവറിൽ 236 റൺസ് എടുക്കുന്നതിനിടെ ഇന്ത്യൻ ബൗളർമാർ എല്ലാവരെയും പുറത്താക്കി. 56 റൺസ് എടുത്ത മാറ്റ് റെൻഷോ ആണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ. മികച്ച ബോളിംഗും ഫീൽഡിംഗ് പ്രകടനവുമാണ് ഓസീസിന്റെ ബാറ്റിംഗ് നിരയെ തകർത്തത്. ഇന്ത്യയ്ക്കായി ഹർഷിത് റാണ 4 വിക്കറ്റ് എടുത്തപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റ് എടുത്തു. രോഹിത് ശർമ്മയാണ് കളിയിലെയും പരമ്പരയിലെയും താരം. പരമ്പര നേരത്തെ 2-1 ഓസീസ് സ്വന്തമാക്കിയിരുന്നു. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.